ലോക ചാപ്റ്റർ 1 ചന്ദ്ര മലയാള സിനിമയെ വേറെ എങ്ങോട്ടോ കൊണ്ടെത്തിക്കുന്ന അത്രയും ടെക്നിക്കലായിട്ടും എല്ലാ ലെവലിലും ഒരു ലെവൽ അപ്പുറത്തേക്ക് കൊണ്ടുപോയ സിനിമ. ഇപ്പം തിയേറ്ററിൽ നന്നായി ഓടിക്കൊണ്ടിരിക്കുന്ന സിനിമ. ഓണം റിലീസിൽ ലാലേട്ടൻ്റെ സിനിമയും ഈ സിനിമയും ലോകയും ഇറങ്ങി. അപ്പോൾ രണ്ടും രണ്ട് വ്യത്യസ്തമായ പടങ്ങൾ. ലോക ഒന്നുകൂടി മുന്നിലേക്ക് നിൽക്കുന്നുണ്ട്. അത് ഫീൽ ഗുഡ് മൂവിയാണ്. ലോക ഒന്നുകൂടി മുന്നിലേക്ക് നിൽക്കുന്നുണ്ട്. അപ്പോൾ അത് എല്ലാവരും സ്വീകരിച്ചു. അതായത് അത് ഒരാളെന്നല്ല. കാരണം അത് സ്വീകരിക്കാൻ കാരണം 500,000 കോടി മുടക്കിയിട്ട് സിനിമകൾ അട്ടർ ഫ്ലോപ്പ്. നമുക്ക് 150 രൂപ കൊടുത്ത് കാണാൻ പറ്റാത്ത സിനിമകളാണ് ഇപ്പോൾ ഇറക്കിക്കൊണ്ടിരിക്കുന്നത്. വേറെ സംസ്ഥാനങ്ങളിൽ ഇറങ്ങുന്ന സിനിമ. അത് ഹിന്ദി ആയാലും ശരി, തമിഴിലായാലും ശരി, തെലുങ്കിലായാലും ശരി. അപ്പോൾ അവിടെ അങ്ങനെയുള്ള ഇൻഡസ്ട്രി ഉണ്ടാകുമ്പോൾ നമ്മുടെ മലയാളത്തിലെ ചെറിയ ഇൻഡസ്ട്രിയിൽ 30-35 കോടി മുടക്കിയിട്ട് ഇതുപോലെ ടെക്നിക്കലായിട്ട് എന്താ പറയുക, അത് നിങ്ങൾ തിയേറ്ററിൽ കണ്ട് തന്നെ അതിൻ്റെ ഇത് അറിയണം. ഇത്രയും രസമായിട്ടൊരു ഫാൻറ്റസി മൂവി എടുത്തിരിക്കുകയാണ്. മലയാളികളെല്ലാവരും കണ്ടവർക്ക് ഒരാൾക്കും ഇഷ്ടപ്പെടാതിരിക്കുന്നില്ല സിനിമ. കണ്ടവർക്ക് എല്ലാവർക്കും മലയാളത്തിലെ ടെക്നീഷ്യന്മാർക്ക് നന്നായി പണി അറിയാം എന്ന് അറിയിച്ചു വന്നിട്ടുള്ള സിനിമ. അതായത് അതിന് പുറത്തുള്ളവർ പോലും എല്ലാവരും അംഗീകരിച്ചു. അതായത് സൂപ്പർ എന്ന്. കാരണം ഇത്രയും ചെറിയ ഇൻഡസ്ട്രിയിൽ 30-35 കോടി മുടക്കിയിട്ട് ഇത്രയും നന്നായിട്ട് എടുക്കാനുള്ള കഴിവുള്ള ആളുകൾ ഇവിടെയുണ്ട് എന്ന് എല്ലാവരും അംഗീകരിച്ചിരിക്കുമ്പോൾ കുറച്ച് പേര് ഇറങ്ങിയിട്ടുണ്ട് ഇതിൻ്റെ പിന്നിൽ. കാരണം സംഘ് ടീം വീണ്ടും ഇറങ്ങിയിട്ടുണ്ട്. സംഘ് ടീമിന് വേറെ പണികളൊന്നും ഇല്ലല്ലോ എപ്പോഴും. അപ്പോൾ വീണ്ടും ഇറങ്ങിയിട്ടുണ്ട്. ഇറങ്ങാൻ കാരണം എന്താണ്? കാരണം അവിടെ കുറേ പ്രൊപ്പഗണ്ട സിനിമകൾ ഇറങ്ങി. അടുത്തെല്ലാം ഒന്നിനും പറ്റാത്ത സിനിമകൾ, ഇറങ്ങിയ ദിവസം തന്നെ ഫ്ലോപ്പായ സിനിമകൾ. അത്രയും സിനിമകൾ ഇറങ്ങിയിരിക്കുമ്പോൾ ഇതുപോലൊരു സിനിമ ദുൽഖർ പ്രൊഡ്യൂസ് ചെയ്യുന്ന സിനിമ, ദുൽഖറിൻ്റെ കമ്പനി ദുൽഖർ പ്രൊഡ്യൂസ് ചെയ്യുന്ന സിനിമ. അപ്പോൾ ഇറങ്ങി സംഘ് ടീമുകൾ. എനിക്ക് വയ്യ. ഇവരിങ്ങനെ സംഘ് ടീമുകൾ ഇങ്ങനെ ഇറങ്ങിയാൽ ഇറങ്ങിയിരിക്കുന്ന പറഞ്ഞത് എങ്ങനെ ഇറങ്ങി എന്ന് പറയുന്നത് നോക്ക്. സംവിധായകൻ ക്രിസ്ത്യൻ, നിർമ്മാതാവ് മുസ്ലിം, ലോക ഹിന്ദു വിരുദ്ധ ചിത്രം എന്ന് സംഘ് ഹാൻഡിലുകൾ. ഇടവാണങ്ങളെ സിനിമയായി കാണണ്ടേ? നമ്മൾ എന്തിനാ സിനിമ കാണുന്നത്? ആ 2.5 മണിക്കൂർ നമുക്കൊരു എൻജോയ്മെൻറ്റ്, നമുക്ക് എല്ലാം മറന്നിരിക്കാം. അതിലാവശ്യമുള്ളത് എടുക്കൂ, ഇല്ലാത്തത് എടുക്കാതിരിക്കൂ. അങ്ങനെയല്ലേ ചെയ്യേണ്ടത്? നിങ്ങൾ എവിടെ പോയാലും വർഗീയത കൊണ്ടുവന്ന് എത്തിക്കുന്ന എന്തിനെന്ന് മനസ്സിലാകുന്നില്ല. ഇതാ അടുത്തത്, മോളിവുഡ് ക്യാൻ മേക്ക് എ പ്രോപ്പർ മൂവി വിത്തൗട്ട് ഹിന്ദു ഫോബിയ. ഹിന്ദു കിങ് ബൂംസ് ഹിന്ദു ടെമ്പിൾ. ക്രിസ്ത്യൻ മിഷനറീസ് ആർ saviors. Actress gave disgusting expression when she saved Vinayaka idol. Villain is a Hindu who kills his mother in front of Hindu god pictures. ഇതെല്ലാം ഞാനും സിനിമ കണ്ടതാണ്. അങ്ങനെ ഒരുപാട് പേര് കണ്ടതാണ്. അതിൽ ദൈവത്തിനെ വെക്കുമ്പോൾ കല്യാണി പ്രിയദർശൻ പുച്ഛഭാവത്തോടെ നോക്കുന്നുണ്ടെങ്കിൽ ആ കഥാപാത്രം അങ്ങനത്തെ കഥാപാത്രമാണ്. മനസ്സിലായില്ലേ? ആ കഥാപാത്രം അങ്ങനത്തെ ഒരു കഥാപാത്രം ദൈവത്തിനെ കാണിക്കുമ്പോൾ അത് നിങ്ങൾക്ക് പറഞ്ഞു കഴിഞ്ഞാൽ സ്പോയിലറാകും. കാണാത്ത ആളുകളുണ്ട്. ആ കഥാപാത്രം അങ്ങനത്തെ കഥാപാത്രം ആയതുകൊണ്ട് പുച്ഛഭാവത്തോടെ നോക്കി. ഇത് ഹിന്ദു അമ്പലത്തിനെ ബേൺ ചെയ്ത് കത്തിക്കുന്ന അത് ആ സിറ്റുവേഷനിൽ അങ്ങനെ ഒരു ആവശ്യമുണ്ട്. അതുകൊണ്ടത് ചെയ്തു. ഇതൊക്കെ ഒരു ഡയറക്ടറിൻ്റെയും എഴുത്തുകാരൻ്റെയൊക്കെ ആവിഷ്കാര സ്വാതന്ത്ര്യമല്ലേ? അതിന് എല്ലാത്തിനും നിങ്ങൾ വർഗീയത കൊണ്ടുവന്ന് നിങ്ങൾ എവിടേക്കായി പോകുന്നത്? പിന്നെ ഒരു കാര്യമുണ്ട്, നിങ്ങൾ വർഗീയത കൊണ്ടുവന്നാൽ ആ പടം ഹിറ്റാണ്.
കാരണം നിങ്ങൾ പത്താനിൽ ഷാറൂഖ് ഖാൻ്റെ പത്താനിൽ ദീപിക പദുക്കോണിൻ്റെ ഷഡ്ഡിക്ക് കളർ വേറെ നോക്കി നടന്നു. അത് 1000 കോടി അടിച്ചു. ഷഡ്ഡിക്ക് കാവി കളറാണെന്ന് പറഞ്ഞിട്ട് അതുകൊണ്ട് നടന്നു. അത് 1000 കോടി അടിച്ചു. എമ്പുരാനിൽ മോഹൻലാൽ വർഗീയവാദിയാക്കി, മറ്റേ പൃഥ്വിരാജിനെ ഒരു തീവ്രവാദിയാക്കി, പിന്നെ പൃഥ്വിരാജിൻ്റെ സുന്നത്ത് ചെയ്തിട്ടുണ്ടെന്ന് നോക്കണമെന്ന് പറഞ്ഞ് അന്വേഷിച്ച് നടന്നു. അത് 1-2 ദിവസത്തിൽ വീഴേണ്ട പടമാണ്. ഞാൻ റിലീസ് ദിവസം ലാലേട്ടൻ്റെ സിനിമ കാണുന്ന ആളാണ്. 2ാമത്തെ ദിവസമോ 3ാമത്തെ ദിവസമോ വീഴേണ്ട സിനിമനെ ബ്രഹ്മാണ്ഡ ഹിറ്റാക്കി, ഇൻഡസ്ട്രി ഹിറ്റാക്കി. പിന്നെ ഏതാ ഇപ്പോൾ ഇറങ്ങിയത്? JSK ഇറങ്ങി. JSK നിങ്ങൾ മനഃപൂർവ്വം ഉണ്ടാക്കിയതാണെന്ന് തോന്നുന്നു. കാരണം സുരേഷ് ഗോപിൻ്റെ പടം വിജയിക്കാൻ വേണ്ടിയിട്ട്. അത് നിലം തൊടാതെ പോയി. അത് വേറെ വശം. അപ്പോൾ നിങ്ങളിങ്ങനെ ഓരോ സിനിമ ഇറങ്ങുമ്പോൾ ഓരോരോ പ്രൊപ്പഗണ്ടയായിട്ട് വരും. ഓരോ പ്രൊപ്പഗണ്ട സിനിമയാണെന്ന് പറഞ്ഞിട്ട് വരും. നിങ്ങൾ ഈ ഇതിൻ്റെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനെതിരെ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ കാണിക്കുന്നത്? അത് മാത്രമല്ല, പിന്നെയും ഓരോരോ കമൻറ്റുകൾ വീണ്ടും വന്നുകൊണ്ടിരിക്കുകയാണ്. തെലുങ്കനും തമിഴിനും അടുത്ത കമൻറ്റുകൾ അനദർ ആൻറ്റി ഹിന്ദു പ്രൊപ്പഗണ്ട ഫിലിം ഷോ ഹിന്ദു കിങ് ബേണിംഗ് എ ഹിന്ദു ടെമ്പിൾ വൈൽ ഷോയിങ് സേവ് ഈസ് അബ്സല്യൂട്ട് ഷെയിംഫുൾ. അതിലെഴുതിയിരിക്കുന്ന സെക്കുലർ മുസ്ലിം ക്രിസ്ത്യൻ. എനിക്ക് വയ്യ. നിങ്ങൾ എവിടേക്കാണ് ഈ രാജ്യത്തിൽ ഈ നാടിനെ കൊണ്ടുപോകുന്നത് അറിയുന്നില്ല. നിങ്ങൾ എന്തിനാ സിനിമ കാണുന്നത്? നിങ്ങൾ ഇങ്ങനെ ഏറി പരിശോധിച്ച് ആ സിനിമയിൽ എന്താ പഴുതുള്ളത് നോക്കി ആ സിനിമയെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണോ? ഇതിപ്പോൾ നോർത്തിൽ നിന്നാണ് ഇറങ്ങിയിരിക്കുന്നത്. പക്ഷെ ഇത് നോർത്തിൽ മാത്രമല്ല, ഇത് കേരളത്തിലെത്താൻ വലിയ താമസമില്ല. ഇപ്പം നമ്മളിപ്പോൾ ഇവിടെ രാഹുൽ മങ്കൂട്ടത്തിൻ്റെയൊക്കെ പ്രോബ്ലം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ടും ഇവിടുത്തെ രാഷ്ട്രീയ പശ്ചാത്തലം വേറെ ആയതുകൊണ്ടുമാണ് ഈ കാര്യം കേരളം ഏറ്റെടുക്കാതിരിക്കുന്നത്. ഇവിടെ ഏറ്റെടുക്കും. ഇവിടെയുണ്ട് കുറേ ബുദ്ധിയില്ലാത്ത ബോധമില്ലാത്ത സംഖ്യകൾ കുറേ എണ്ണമുണ്ട്. ഇത് കാരണം എന്താ പറയുക, നല്ല രീതിക്ക് നടക്കുന്ന സംഖ്യകൾക്കും വളരെ മോശമാണ്. കാരണം ഇത് ഒരു സിനിമ ഇറക്കിയാൽ നിങ്ങൾക്ക് അവിടെ നിന്ന് ക്രമീകരി വരുന്നത് എന്താണെന്ന് അറിയാത്തത്. ഇതിൽ 2 കാരണങ്ങളുണ്ടാവുമെന്നാണ് എൻ്റെ തോന്നുന്നത്. കാരണം അവർ കുറേ പ്രൊപ്പഗണ്ട അവൻ്റെ രീതിയിൽ ഇറക്കാൻ കുറേ സിനിമകൾ നോക്കി, കുറേ ദൈവത്തിൻ്റെ കഥകളും അതും ഇതൊക്കെ ആയിട്ട് ഇപ്പോൾ ഈ അടുത്തൊക്കെ ഇറങ്ങിയല്ലോ. അതൊക്കെ 2-3 ഇറങ്ങിയിട്ടുണ്ട്. 1000 കോടി 500 കോടി 1500 കോടിയൊക്കെ ചിലവാണെന്ന് പറഞ്ഞിട്ട്. അതിൽ നിന്നൊന്നും കിട്ടാത്ത ഒരിത് ഈ ചെറിയ കുഞ്ഞ് ഇൻഡസ്ട്രിയിൽ 30-35 കോടി മുടക്കിയിട്ട് അത് 100-150 കോടി അടിക്കും. ഇപ്പം നമ്മൾ ലാലേട്ടൻ്റെ തുടരും 30 കോടി 25 കോടി 30 കോടി മുടക്കിയിട്ട് 250 കോടി കിട്ടിയതുപോലെയാണ് ഈ സെറ്റപ്പ് എനിക്ക് പോകുന്നത്. 30-35 കോടി ഇറക്കിയിട്ട് 100 കോടി 150 കോടി എന്തായാലും കിട്ടും. പിന്നെ എന്താ പ്രോബ്ലം എന്ന് വെച്ചാൽ കുറച്ച് വയലൻസ് ഉള്ളതുകൊണ്ട് ഓൾ ഫാമിലി കയറില്ല. ലാലേട്ടൻ്റെ തുടരും സിനിമയിൽ ഫാമിലി കയറിയതുപോലെ അതിൽ വയലൻസ് ഉണ്ടെങ്കിലും ഇത് കുറച്ച് കൂടുതൽ വയലൻസാണ്. പിന്നെ ഇതിൽ സർട്ടിഫിക്കറ്റ് 16+ ആണ്, 16+ ആണെന്ന് തോന്നുന്നു US ഇത് കിട്ടിയിരിക്കുന്നത്, സർട്ടിഫിക്കറ്റ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ഫാമിലി കയറാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ചെറിയ കുട്ടികൾ കാണാനും നടക്കില്ല. അല്ലാതെ ഇതിനിപ്പോൾ വേറെ ഒരു കുഴപ്പമില്ല. പക്ഷെ നിങ്ങൾ ഏത് സിനിമ ഇറങ്ങിയാലും ഒപ്പം നിങ്ങൾ വരും ഹിന്ദുവിനെതിരായിട്ട് സംസാരിക്കുന്നു. നിങ്ങളെല്ലാവരും ഹിന്ദുവിൻ്റെ അട്ടിപ്പറവകാശം നിങ്ങൾ എടുത്തിരിക്കുകയാണോ? നാറികളെ നിങ്ങൾ എടുത്തിരിക്കുകയാണോ? അതാണ് ചോദിക്കാനുള്ളത്. ഹിന്ദുക്കളുടെ അട്ടിപ്പറവകാശം എല്ലാം നിങ്ങൾ ദത്തെടുത്തിരിക്കുകയാണോ? സംഘികൾ ദത്തെടുത്തിരിക്കുകയാണോ? അപ്പം ഞങ്ങൾക്കൊന്നും പറയാനുള്ള അധികാരമില്ലേ? അതിൽ കല്യാണി പ്രിയദർശൻ്റെ ഒരു കഥാപാത്രം ഒന്ന് ചിരിച്ചു, വിനായകനെ നോക്കി ചിരിക്കാൻ പാടില്ലേ? ആ കഥാപാത്രം നീയൊക്കെ സിനിമ കണ്ടിട്ടുണ്ടോ? ആ കഥാപാത്രം അങ്ങനെയാണ്. നാറികളെ കഥാപാത്രം നീയൊക്കെ സിനിമ കണ്ടതല്ലേ? ആ കഥാപാത്രം അങ്ങനെയല്ലേ? പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? ഇതാ ഓരോന്ന് വരും. ക്രിസ്ത്യൻ ഡയറക്ടറെ, മുസ്ലിം പ്രൊഡ്യൂസർ ആൻഡ് വില്ലൻ ഷോയിൻ ഹിന്ദു ഹു ബേൺസ് ഹിന്ദു ടെമ്പിൾ. ഇത് തന്നെ ഒരുപാട് പേര് തന്നെ പറഞ്ഞ് ഇറങ്ങിയിരിക്കുകയാണെന്നേ. ഇത് കേരളത്തിലെത്തിയാൽ കേരളത്തിൽ ഇതുപോലുള്ള ആളുകൾ ഇഷ്ടം പോലുണ്ട്. കുറേ പേര് ഇതിനെതിരെ സംസാരിക്കുന്നവരുണ്ട്. പിന്നെ കുറേ പേര് അങ്ങനെ മനസ്സിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് പുറത്ത് പറയാതെ നമ്മളെ അങ്ങനെ
മോശക്കാരനാക്കി, നമ്മളെങ്ങനെ മോശമാക്കി എന്ന് പറയുന്ന കുറേ നാറികളുണ്ട്. നിനക്കൊക്കെ എന്ത് മാങ്ങാണ്ടി അറിഞ്ഞിട്ടാണ് സംസാരിക്കണമെന്ന് എനിക്കറിയില്ല. ഇവിടെയൊക്കെ ഞങ്ങളൊക്കെ ജോലി ചെയ്യുന്ന അവിടെ, ഞങ്ങളുടെയൊക്കെ ഡെയിലി കാണുന്ന ആളുകൾ, ഞങ്ങൾ ഒരുമിച്ച് ചായ കുടിക്കുന്ന ആളുകൾ, ഒരു ചായ ഞങ്ങൾ 2 ആളും 3 ആളും കുടിക്കും. അതിൽ ജേസിലും ഉണ്ടാവും, റിയാസും ഉണ്ടാവും, സജീഷും ഉണ്ടാവും, സജീനും ഉണ്ടാവും. അങ്ങനെയാണ് അവിടെയൊക്കെ ജീവിക്കുന്നത്. താനൊക്കെ എന്തിനാടോ ഇങ്ങനെയൊക്കെ നിങ്ങളൊക്കെ ഇങ്ങനെ പച്ച വർഗീയത പറഞ്ഞിട്ട് ജീവിക്കുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. ഒരു സിനിമ ഇറങ്ങുമ്പോൾ അതിനെ വളരെ മോശമായി പറഞ്ഞ് ആ സിനിമയെ തരം താഴ്ത്താൻ നോക്കുക. പക്ഷെ അങ്ങനെ താഴ്ത്തി നിങ്ങൾ എപ്പോഴൊക്കെ മുന്നിട്ട് നിറഞ്ഞോ അതൊക്കെ പടം കയറിയിട്ടുള്ളൂ സംഖ്യകളെ. അത് നിങ്ങളെ സംഖ്യകളെ ആദ്യം മനസ്സിലാക്കുക. ബുദ്ധിയും ബോധമില്ലാണ്ട് പെരുമാറരുത്. ഈ സിനിമകളിൽ, മലയാളത്തിൽ ഇനി പുറത്തുണ്ടോയെന്ന് അറിയില്ല, മലയാള സിനിമയിൽ അങ്ങനെ പച്ച വർഗീയതയില്ല. മനസ്സിലായില്ലേ? ഇവിടെ ലാലേട്ടന് വേണ്ടി മമ്മൂക്ക പ്രവർത്തിക്കുന്നതും മമ്മൂക്കയ്ക്ക് വേണ്ടി ലാലേട്ടൻ പ്രവർത്തിക്കുന്നതും, മനസ്സിലായില്ലേ? ഇങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ സിനിമ. പിന്നെ അവരുടെ ഫ്രണ്ട്ഷിപ്പ്, അങ്ങനെ അതൊക്കെ കണ്ടിട്ടെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ളതല്ലേ ഉള്ളൂ. ഇനി ഇത് ദുൽഖർ എടുത്തത് കൊണ്ടാണോ, മമ്മൂട്ടിയുടെ മകൻ എന്ന ദുൽഖർ എടുത്തത് കൊണ്ടാണോ നിങ്ങൾക്ക് പ്രശ്നം? അല്ല, അതല്ല പ്രശ്നം. കാരണം എമ്പുരാനിൽ അഭിനയിച്ചത് ലാലേട്ടനാണല്ലോ. എന്നിട്ട് നിങ്ങൾ ഒരുപാട് പ്രശ്നം ഉണ്ടാക്കിയല്ലോ. JSKയിൽ അഭിനയിച്ച സുരേഷ് ഗോപിയാണല്ലോ. എന്നിട്ട് നിങ്ങൾ പ്രശ്നം ഉണ്ടാക്കിയല്ലോ. അപ്പം നിങ്ങൾക്ക് അങ്ങനെയൊന്നുമില്ല. നിങ്ങൾക്ക് തലപ്പത്തിരിക്കുന്നവരെ ഇവിടെ ഇവൻ നമ്മളുടെ ആളാണെന്ന് അവരിനെ കൊണ്ട് തോന്നിപ്പിക്കണം. അതിനുവേണ്ടി മാത്രം ചെയ്യുന്ന ചെറ്റത്തരവും നാറിത്തരവും കുമ്പത്തരവും ആണ്. അത് ഇനിയെങ്കിലും നിർത്തിയില്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങളെ പറഞ്ഞിട്ട് എന്ത് കാര്യം? പറഞ്ഞിട്ടൊരു കാര്യമില്ല. ഓക്കെ, ഇത്രയേ പറയാനുള്ളൂ. നമുക്ക് വേറൊന്നും പറയാനില്ല. അതുകൊണ്ട് സിനിമയായി കാണുക. ഈ പറഞ്ഞത് ഇങ്ങനെ വരുന്നത് ഈ പടത്തിന് ഒന്നുകൂടി മൈലേജ് കിട്ടുകയുള്ളൂ. പടം ബമ്പർ ഹിറ്റിലേക്ക് പോകട്ടെ. എന്തായാലും പടം സെക്കൻഡ് പാർട്ടും തേർഡ് പാർട്ടൊക്കെ വന്ന് ഒന്നും കൂടി ക്ലിക്കാകട്ടെ. അത്രയേ പറയാനുള്ളൂ.